കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശുദ്ധ വാരത്തിലൂടെ നമ്മുടെയൊക്കെ ഇടവകകളിൽ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ യേശുവിനെക്കുറിച്ച് ഉയർന്നു വന്ന ചില ആശയങ്ങൾ അത് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഞങ്ങൾ മുമ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രെയർ മീറ്റിങ്ങുകളിൽ പഠിക്കാറുണ്ട്. ഓരോ ബുധനാഴ്ചയും ഉള്ള പ്രെയർ മീറ്റിങ്ങിൽ ഓരോ കുട്ടിയും ഒരു ചെറിയ അഭിപ്രായം അദ്ദേഹത്തെ ഏറ്റവും സ്പർശിച്ച യേശുവിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമായിരുന്നു. അന്ന് കുറച്ച് കുട്ടികളെ ഉള്ളൂ ഹോസ്റ്റലിൽ, മാക്സിമം നമ്പർ 64. ഇന്ന് അത്തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷന് സൗകര്യം കുറവാണ്. കാരണം 1000-ലധികം കുട്ടികൾ ഹോസ്റ്റലിൽ ഇരിക്കുന്നു. അവരുടെയൊക്കെ പ്രെയർ മീറ്റിംഗ് അവർ പല ഹാളുകളിൽ ഇരിക്കുന്നു, മൈക്കിലൂടെ കേൾക്കുന്നു, അങ്ങനെയാണ്. പക്ഷെ അന്ന് ഞങ്ങൾ വ്യക്തമായി പഠിച്ചിരുന്നു. ഒപ്പം കുട്ടികളോട് അവരെ ആകർഷിച്ച യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഘടകമേത് എന്ന് എഴുതി മേടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അത് കുറച്ച് കാലമായിട്ട് വിട്ടുപോയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അത് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയായിരുന്നു. വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോയപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം അത് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അമ്മയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. എന്തിനു വേണ്ടിയാണ് അത്? നമുക്കൊക്കെ ഒരാശയം തരികയാണ്. കുരിശിൽ കിടന്ന് പിടയാണ്, വേദന കൊണ്ട് പിടയാണ്. ആ വേദന കൊണ്ട് പിടയുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന അമ്മയെയോ ശിഷ്യനെയോ മറ്റുള്ളവരെയോ ഒന്നും കാണാൻ കണ്ണുണ്ടാവില്ല സാധാരണക്കാർക്ക്. എന്നാൽ യേശു അങ്ങനെയല്ല ചെയ്തത്. ഈ വേദന കൊണ്ട് പിടയുമ്പോഴും തൻ്റെ അമ്മയെ, തന്നെ പോറ്റി വളർത്തിയ അമ്മയെ, തനിക്ക് ധൈര്യം നൽകി ലക്ഷ്യത്തിലേക്ക് എപ്പോഴും കണ്ണു നട്ടുകൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ അമ്മയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ അമ്മയെ തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഇത് നമുക്ക് ഒരു മെസ്സേജാണ്. നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ നമ്മളുടെ ആശ്രയത്തിൽ കഴിഞ്ഞിരുന്ന, നമ്മളെ സഹായിച്ചിരുന്ന എത്രയോ വ്യക്തികളുണ്ടാവും. അവരെക്കുറിച്ച് നിങ്ങൾക്കൊരു കരുതൽ വേണം എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ആശയം. നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലുള്ളൊരു കരുതൽ വേണം. ഞാൻ മരിച്ചു പോകും, എൻ്റെ ഭാര്യ, മക്കളുടെ മക്കൾ, അങ്ങനെ ചിലപ്പോൾ അപ്പനും അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടാവും. അവരുടെ സുരക്ഷിതത്വം, അതേക്കുറിച്ച് എനിക്ക് ഒരു കരുതലുണ്ടാവണം. ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് എനിക്ക് അന്ന് ആ ഭാഗം വായിച്ചു കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാനൊരു മാതൃസംഘത്തിൽ ഒരിക്കൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ സംശയങ്ങൾ ചോദിക്കാനായിട്ട് അനുവാദം കൊടുക്കാറുണ്ട്. ക്ലാസ്സിലെ രീതിയാണത്. ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്കുള്ള സംശയം ചോദിക്കാം.
ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംശയങ്ങൾ ചോദിച്ചാൽ അതൊരു ഒബ്സ്ട്രക്ഷൻ ആവും. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഭാര്യയും ഭർത്താവും ഇതിൽ ആര് ആദ്യം മരിക്കുന്നതാണ് നല്ലത്? ഞാനപ്പോൾ ഇങ്ങനെ ഉത്തരം നൽകി. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ, മരണസമയത്ത് ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ളൊരവസരം, അത് ഞാൻ മരിച്ചു പോയാൽ ഉണ്ടാകില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇതാണ് എന്ന് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ, അവരെക്കുറിച്ചുള്ള, അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത മരണനേരത്ത് പോലും ഉണ്ടാകണം. മരണനേരത്ത് പോലും ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നല്ലേ? ആ കരുതലോടുകൂടിയാണോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്? ഇത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, ആ ശിഷ്യനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ. ഞാനിത് ധാരാളമായി കാണുന്നതാണ്. സ്കൂളിൽ അധ്യാപകർ ജോലി നോക്കുന്നു. അവർക്ക് കുറച്ചും കൂടി ഉയർന്നൊരു ജോലി കിട്ടി അപ്പം പോകുക അവർ. പ്രത്യേകിച്ച് CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നവർ. ഒരു മുൻകരുതൽ അവർക്കില്ല. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം ഒരു ടീച്ചർ എയർപോർട്ടിൽ നിന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാനിങ്ങനെ ദുബായിക്ക് പോവാണ്, അവിടെ എനിക്ക് ജോലി കിട്ടി, ഭർത്താവ് അവിടെയാണ്. ഒന്ന് പറയുക പോലും ചെയ്യാതെ എന്നോട് പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് കാര്യമില്ല, ഞാൻ അറിയുമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതല്ല, ആ ടീച്ചർ പഠിപ്പിച്ചിരുന്ന കുട്ടികളെ ഓർക്കുന്നുണ്ടോ? ആ ഒരു കൊല്ലം കഴിയുന്നത് വരെ കാത്തു നിൽക്കുക, പരീക്ഷകളുടെ കാലഘട്ടം വരെ എങ്കിലും കാത്തു നിൽക്കുക. അത് ചെയ്യാതെ അവസരം കിട്ടിയപ്പോൾ പോയി. ഇതുവരെ പഠിപ്പിക്കാൻ സൗകര്യം കിട്ടിയത് ഈ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ടാണല്ലോ. അവരുടെ സാന്നിധ്യമാണല്ലോ എന്നെ ഒരു ടീച്ചറാക്കിയത്, ഓരോ മാസവും എനിക്ക് ശമ്പളം ലഭിക്കാൻ ഇടയാക്കിയത്. ഇതൊന്നും നോട്ടമില്ലാതെ ഒരു ദിവസം ഫൈൻ മോർണിംഗ് കുട്ടികൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇത് വളരെ തെറ്റായ രീതിയാണ്. നമ്മുടെ ശുശ്രൂഷയിൽ, ഞാൻ അങ്ങനെ പറയാം, പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുശ്രൂഷകളിലൊന്നാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഒരു മാനേജർ എവിടെ നിന്നാണ് ഒരു പുതിയൊരു ടീച്ചറെ പെട്ടെന്ന് കൊണ്ടുവരിക? അതും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിന് പകരം വയ്ക്കാൻ പറ്റിയ ഒരു ടീച്ചറെ എവിടെ നിന്ന് കൊണ്ടുവരും? ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ പലപ്പോഴും കാണാറുണ്ട്, അവർക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി, അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് പോവുകയാണ്. ഇമ്മീഡിയറ്റായിട്ട് ദിവസം കാലത്ത് വന്ന് പറയാണ്, എനിക്ക് ജോലി കിട്ടി, ഞാൻ പോവാണ്. അവരൊക്കെ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ സുരക്ഷിതത്വത്തെ പറ്റി ഓർക്കുന്നുണ്ടോ? എന്നാൽ ഇതിന് വിപരീതമായിട്ട് ചില ടീച്ചേഴ്സിനെ എനിക്കറിയാം. ഗവൺമെൻറ് കുറേയൊക്കെ അത് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ട്രാൻസ്ഫറുകളൊക്കെ വരുന്നത് മിക്കവാറും കൊല്ലത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ കുട്ടികളെ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ജോലിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ അവസാനിക്കുന്നത് വരെ അവിടെ നിൽക്കാൻ പറ്റും. എല്ലാവരും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കണം. ഞാൻ ഈ യേശു കുരിശിന്മേൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആ 2 വാചകങ്ങൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക്
നമ്മുടെ നിത്യജീവിതത്തിൽ കടന്നു വരുന്ന, നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ചിലത് കടന്നു വന്നത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു. മൂന്നാമത് എനിക്ക് തോന്നിയ ഒരാശയം, യേശു നിരുപാധികം ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ കുരിശന്മേലേറ്റി കൊന്നവരോട് നിരുപാധികം ക്ഷമിക്കുക. ഇത് അവിടെ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കണമെന്ന് പറയാണ്. നമ്മളെ കൊന്നവരോടാണ്, കൊല്ലാൻ പോവുകയാണ്, അവരോട് ക്ഷമിക്കണം. ഇതിലും വലിയ തെറ്റ് നമ്മളോട് ആരും ചെയ്യില്ലല്ലോ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ക്ഷമിക്കണമെന്ന് ആ മരണ വിനാഴികയിൽ യേശു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നീ ക്ഷമിക്കണം. മറ്റുള്ളവർ എത്ര വലിയ തെറ്റാണ് നിങ്ങളോട് ചെയ്തതെങ്കിലും നീ ക്ഷമിക്കണം. അതാണ് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളിലൊന്ന്. രണ്ടാമത്തേത്, നമുക്ക് ക്ഷമിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അതിനൊരു കാരണം വേണം. കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ എളുപ്പമാണ്. ആ കാരണം യേശു പറഞ്ഞു തരുന്നുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. നമ്മളോട് പലപ്പോഴും ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ ചിന്തിച്ചാൽ ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ തെറ്റ് ചെയ്തത്. ഞാനായിരുന്നെങ്കിലും ഒരു പക്ഷേ അങ്ങനെ തന്നെ ചെയ്തു പോകുമായിരുന്നു. അപ്പോൾ ക്ഷമിക്കാനായിട്ടുള്ള ആ ഒരു തരുകയാണ്, നിർദ്ദേശം, ഒരു മെസ്സേജ് തമ്പുരാൻ നമുക്ക് തരുകയാണ്. ക്ഷമിക്കണമെന്നും ക്ഷമിക്കാനൊരു കാരണം ഇതാണ് എന്നും നമ്മളോട് തമ്പുരാൻ പറഞ്ഞു തരുന്നു. അപ്പം 3 കാര്യങ്ങൾ ആ യേശു കുരിശന്മേൽ കിടക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്. നാലാമതൊന്ന്, കുരിശന്മേൽ കിടക്കുമ്പോൾ തന്നെ നാലാമതൊന്ന്, യേശു ഇവനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന്. യേശുവിന് അവിടെ കിടന്നുകൊണ്ട് പറയാൻ സാധിച്ചു, എൻ്റെ ഉദ്യമങ്ങൾ പൂർത്തിയായി. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, സകലതും പൂർത്തിയായി. നമ്മളുടെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയുമോ സകലതും പൂർത്തിയായി എന്ന്? പലപ്പോഴും പറ്റിയെന്ന് വരില്ല. കാരണം എന്ത് കിട്ടിയാലും നമുക്ക് മതിയാകുന്നില്ല, എന്തൊക്കെ നേടിയാലും പിന്നെ മതിയാകുന്നില്ല. പൂർത്തിയായി എന്ന് പറയാൻ നമുക്ക് കഴിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും അധികം ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഒരു സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ടോ? സകലതും പൂർത്തിയായി. നമ്മൾ വയസ്സൊക്കെ ആയി വരുമ്പോൾ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായി എന്ന് പറയാനായിട്ട് കഴിയുമോ? വയസ്സാകുമ്പോൾ മാത്രം പോരാ, ഓരോ ദിവസവും എനിക്ക് പറയാൻ പറ്റുമോ ഇന്നത്തെ എൻ്റെ ജോലി പൂർത്തിയായി? ആ യേശു കൊടുത്ത മെസ്സേജ് മരിക്കുന്നവർക്കുള്ളത് മാത്രമല്ല. അതാണ് തമ്പുരാൻ എന്നോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറയാം, മോനെ അതല്ലടാ, ഓരോ ദിവസവും നിനക്ക് പറയാൻ കഴിയണം. നിനക്ക് 10 വയസ്സായിട്ടുണ്ടാവുള്ളൂ, 15 വയസ്സായിട്ടുണ്ടാവുള്ളൂ, 50 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ഓരോ ദിവസവും ഞാൻ കുരിശന്മേൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആ വാചകം പറയാൻ നിനക്ക് കഴിയുമോ? എൻ്റെ ഇന്നത്തെ ജോലികൾ എല്ലാം പൂർത്തിയായി. അതോ ഞാൻ നാളേക്ക് വല്ലതും മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ പാടില്ല.
എൻ്റെ ജോലി പൂർത്തിയായി, സകലതും പൂർത്തിയായി എന്ന് പറയാനായിട്ട് അവനവനെ ഓരോ ദിവസവും ഏൽപ്പിക്കുന്ന ജോലികൾ അന്നന്ന് പൂർത്തിയാക്കാനായിട്ട്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇന്നത്തേക്ക് വേണ്ട പഠനം ഇന്ന് തന്നെ നടത്തണം. അധ്യാപകനാണെങ്കിലും ഇന്ന് തന്നെ നാളേക്ക് വേണ്ട പഠനം ഇന്ന് തന്നെ നടത്തണം. നാളെ നമുക്കറിയില്ല. നാളെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും. പല കാര്യങ്ങൾക്കായിട്ട് പല കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടാവും. നാളെ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഇന്ന് തന്നെ പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയിട്ടേ കിടക്കാവൂ. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി എന്ന് പറയാനായിട്ട് കഴിയണം. അഞ്ചാമതായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇതാണ്. അവിടെ തന്നെ എല്ലാം ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റിയ. ഇത് പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിയത് ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ വായിച്ചു കാണും. ഒരു പച്ച മനുഷ്യനെ പോലെ യേശു നിലവിളിച്ചു, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. അതൊരു പച്ച മനുഷ്യൻ്റെ ലക്ഷണമായിരുന്നു. യേശു ഒരു പച്ച മനുഷ്യൻ കൂടിയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈ കാസ കുടിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഐ ആം റെഡി, ഐ അക്സെപ്റ്റ് ഇറ്റ്. ഞാനതിനെ പൂർണ്ണമായി സ്വീകരിക്കുന്നു, അതിനെ ഞാൻ ആലിംഗനം ചെയ്യുന്നു. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഇത് വലിയൊരു മെസ്സേജാണ്. ഈ വിശുദ്ധ വാരത്തിൽ ഒരുപാട് മെസ്സേജുകൾ തമ്പുരാൻ തരുന്നുണ്ടായിരുന്നു. ഒരുപാട് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ, വിജയപ്രദമാക്കാൻ വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ വിശുദ്ധ വാരത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഏതാണ്ടൊരു ദുഃഖത്തിൻ്റെ ഒരു ആഴ്ചയായിട്ടാണ് അതിനെ കാണുന്നത്. അങ്ങനെ അല്ല, അതൊരു വലിയ സന്തോഷത്തിൻ്റെ ആഴ്ചയാണ്. ഈ വിശുദ്ധ വാരം എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷത്തിൻ്റെ ആഴ്ചയാണ്. ഉയർപ്പ് വരുമ്പോൾ മാത്രമല്ല, അത് ഉയർപ്പ് വലിയ ഒരു മെസ്സേജാണ് തരുന്നത്, വളരെ വലിയൊരു മെസ്സേജ്. ഏത് കഷ്ടപ്പാടുകളുണ്ടായാലും അതിനപ്പുറം ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു പുനർജീവിതമുണ്ട് എന്ന് കാണിക്കുന്നു. പെട്ടെന്ന് എന്നോട് നമ്മളെപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണ്, മോനെ, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ലോക ജീവിതമുണ്ട് എന്ന് ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരുമായിരുന്നു. ഈ മരണത്തിനപ്പുറത്ത്, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്ന്. അതാണ് ഞാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എന്ന് പറയാം. യേശുവിന് ഉയർത്തെഴുന്നേറ്റ് നേരെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാമായിരുന്നു. ആരെയും കാണാനൊന്നും നിൽക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ആ മലയിലേക്ക് വായോ ഇവിടേക്ക് വായോ എന്നൊക്കെ പറയേണ്ട, ശിഷ്യന്മാരുടെ പിന്നാലെ നടന്ന് വിശദീകരിക്കുന്നതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു കുറേ കാര്യങ്ങൾ കൂടി. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്ന്. ഇത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ആശയങ്ങൾ, 2 വാക്കുകളാണ്. ഞാനത് നിങ്ങളോട് ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ വാക്ക് സോയെ, ആദ്യത്തെ വാക്ക് സൈക്ക് എന്നുള്ളതാണ്. സൈക്കുമായി ബന്ധപ്പെട്ടത് സുക്കെ. 2 ജാപ്പനീസ് വേർഡോ ചൈനീസ് വേർഡോ ആണ്. ജാപ്പനീസ് ഓർ സൈനിക് ഓർ ചൈനീസ്. സുക്കെ സോയെ, ഇതാണത്രേ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ചർച്ച ചെയ്യുന്ന വാക്കുകൾ.
ലോകത്തിലെ ഇൻ്റലിജൻഷ്യ ചർച്ച ചെയ്യുന്ന വാക്കുകൾ സുഖെ സോയെ. സുഖെ എന്ന് പറഞ്ഞാൽ സൈക്ക് എന്ന് വരുന്നതാണ്. സൈക്ക് മനസ്സ്. അത് ഈ ലോക ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് സുഖെ. സോയെ എന്ന് പറയുന്നത് സോളിൽ നിന്ന് വരുന്നതാണ്. അത് പരലോക ജീവിതത്തെക്കുറിച്ച് അറിവ് തരുന്നതാണ്. രണ്ടും രണ്ടാണ്. ഒന്ന് ഈ ലോക ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് തരുന്നു, രണ്ട് പരലോക ജീവിതത്തെക്കുറിച്ച് അറിവ് തരുന്നു. ആത്മാവ്, മറ്റത് മനസ്സ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന് യേശു നമ്മളെ എക്സാമ്പിളിലൂടെ പഠിപ്പിച്ചു തരികയാണ്. 40 ദിവസം ഇവിടെ നിന്ന് പഠിപ്പിച്ചു പുനർജീവിതത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേറ്റ ജീവിതത്തെക്കുറിച്ച്. യേശു പെസഹ ആചരിക്കുന്നതിന് മുമ്പ് ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ഈ ദാസന്മാരൊക്കെ എപ്പോഴും മുണ്ട്, രണ്ടാം മുണ്ടെന്ന് പറയും, രണ്ടാം മുണ്ട്. അത് പ്രമാണിമാരൊക്കെ, വലിയ പ്രമാണിമാരാണെങ്കിൽ കഴുത്തിലൊരു ചുറ്റ് ചുറ്റും. അങ്ങനെ ഇതുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്തെ ചിന്ത അങ്ങനെയാണ്, കഴുത്തിലാണ് ചുറ്റുക. അതൊക്കെ മടക്കി വൃത്തിയാക്കി അവൻ്റെ ഓരോരുത്തരുടെ ആഢ്യത്വം കാണിക്കുന്ന ഒരു ചിഹ്നമായിരുന്നു അത്. ഇന്നിപ്പോൾ രണ്ടാം മുണ്ടൊന്നുമില്ല. എന്നാൽ പാവപ്പെട്ടവർ, ജോലിക്കാർ, അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അരയിൽ കെട്ടുക ചെയ്യുക. ചിലപ്പോൾ ചിലർ തലയിൽ കെട്ടും. അത് ജോലി ചെയ്യുന്നവർ തലയിൽ കെട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ അഴിച്ചത് കക്ഷത്തിൽ വയ്ക്കും. അരയിൽ കെട്ടുന്നതും ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ ലക്ഷണമാണ്. മുണ്ടൊന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈക്കോട്ടും ഒക്കെ കയ്യിലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ മുണ്ട് അഴിഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് അത് അരയിലൊക്കെ കെട്ടിയിട്ടാണ്. ഒരു ദാസനായിട്ട് ആയിട്ട് ചിത്രീകരിക്കപ്പെടുമൊന്നുമല്ല, ആകുകയാണ് ചെയ്തത്. അതായത് ഈഗോയെ അങ്ങ് കട്ട് ചെയ്തു. നമുക്കൊക്കെ വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് യേശു കാണിച്ചു തന്നെ. നിൻ്റെ ഈഗോ നീ കട്ട് ചെയ്യുക. ഇത് വളരെ വലിയ ഒരു ആശയമാണ് യേശു നമ്മൾക്ക് കാണിച്ചു തന്നത് ഈ വിശുദ്ധ വാരത്തിൽ. നമ്മുടെ ഈഗോ നമ്മൾ എത്രമാത്രം കട്ട് ചെയ്യുന്നുവോ അത്രയും നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകും. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.